الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പരമകാരുണികനായ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് സമൂഹത്തിൽ വളരെയേറെ വേദന അനുഭവിക്കുന്നവർ മാതാപിതാക്കളാണ്. അവരുടെ വേദനയ്ക്ക് കാരണം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ആശ്വാസമായി സ്നേഹമായി കൂടെയുണ്ടാകുമെന്ന് കരുതിയ മക്കളെ കുറിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകളാണ് ആ മാതാപിതാക്കളുടെ വേദന. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബ മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്.
പരിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം എടുത്തു പറഞ്ഞ ഒരു വിഷയമാണ് മാതാപിതാക്കളോടുള്ള കടമ. മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തുകൾ പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എത്രമേൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയമുള്ള വിശ്വാസികളെ, നാളെ പരലോകത്ത് നമ്മുടെ സ്വർഗം നിശ്ചയിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. നാളെ പരലോകത്ത് സ്വർഗം നഷ്ടപ്പെട്ട് നരകാവകാശികളായി തീരുന്നത് നമ്മുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും അനുഭവിച്ച് നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് കൂടെ നിർത്തുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാം അധ്യായം സൂറത്തു ഇസ്രായിലൂടെ ആ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഖുർആനിന്റെ പ്രയോഗം അങ്ങനെയാണ്. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ആ വിധിച്ച ഒന്നാമത്തെ കാര്യം അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിച്ചു പോകരുത്. രണ്ടാമത് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. അഥവാ ഇബാദത്ത് അല്ലാഹുവിനാണെങ്കിൽ ഇഹ്സാൻ മാതാപിതാക്കളോടാണ്. എന്തുകൊണ്ടാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ പറഞ്ഞത്? അതേ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യത്തിൽ ഒന്നിനും പറ്റാത്തവരായി രണ്ടുപേരും അല്ലെങ്കിൽ രണ്ടിലൊരാൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത്, ലഹുമാ, രണ്ടുപേരോടും, ഉഫ്ഫിൻ, ഛേ എന്ന വർത്തമാനം പറഞ്ഞു പോകരുത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? പ്രിയമുള്ളവരെ, നമുക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ശൈശവത്തിന്റെ കാലഘട്ടമായിരുന്നു അത്. അപക്വമായി പെരുമാറിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഒന്നും പറയാൻ അറിയാത്ത കാലഘട്ടമായിരുന്നു അത്. എന്ത് കണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അന്ന് നമ്മുടെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു, ഉപ്പ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒട്ടും പ്രയാസപ്പെടാതെ, പ്രയാസങ്ങളില്ലാതെ, വേദനകളില്ലാതെ ആ ശൈശവത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ കൂടെ നിന്ന് കാരുണ്യത്തിന്റെ ചിറകുകൾ വിടർത്തി താങ്ങും തണലും സ്നേഹമായി കൂടെ നിന്നവരാണ് മാതാപിതാക്കൾ. അന്ന് എന്ത് കഴിക്കണമെന്ന് നമുക്കറിയില്ല. ഇതുവരെ എവിടെ മലമൂത്ര വിസർജനം നടത്തണമെന്നറിയില്ല. ഉമ്മ തന്റെ കുട്ടിയെ എടുത്താൽ ഒരുപക്ഷെ ഉമ്മാന്റെ മാറിടത്തിലായിരിക്കാം അവൻ മലമൂത്ര വിസർജനം നടത്തുന്നത്. പിതാവ് സ്നേഹത്തോടെ വാരിയെടുത്ത് മുത്തം നൽകുന്ന
സന്ദർഭത്തിലായിരിക്കാം മലമൂത്ര വിസർജനം നടത്തുന്നത്. വീട്ടിലേക്ക് വിരുന്നുകാര് വന്ന് ആ പൈതലുമായി അവരുമായി കളിക്കുകയും അവരെ താലോലിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലായിരിക്കാം മലമൂത്ര വിസർജനം നടത്തുന്നത്. അറുപ്പും വെറുപ്പുമില്ലാതെ ആ മക്കളെ കഴുകി വൃത്തിയാക്കി നല്ല ഉടുപ്പ് അവരെ ധരിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന മാതാവിനെ മറക്കാൻ, അതിനു വേണ്ടുന്ന സഹായം ചെയ്യുന്ന പിതാവിനെ മറക്കാൻ മക്കളായ നമുക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, ആലോചിക്കണം. കാലങ്ങൾ കുറെ കഴിഞ്ഞു, നമ്മൾ വളർന്നു, എല്ലാം അറിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം ശൈശവത്തിന്റെ അതേ ബുദ്ധിയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ കടന്നു വരികയാണ്. എന്ത് പറയണമെന്നറിയില്ല, ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ യാത്ര പോകുമ്പോ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പൊന്നുമക്കൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ആകാശത്തിന്റെ കളർ എന്താണുപ്പ? ആ കളർ എങ്ങനെയാണ് വന്നതുപ്പ? എന്തുകൊണ്ടാണ് കളർ മാറുന്നതുപ്പ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എല്ലാ ചോദ്യങ്ങൾക്കും ദേഷ്യപ്പെടാതെ മറുപടി നമ്മൾ കൊടുക്കാറുണ്ട്. ചില വസ്തുക്കളെ കാണുമ്പോൾ അതിൻ്റെ പേര് ചോദിക്കും, അതെന്താ പേര് അങ്ങനെ കൊടുത്തതെന്ന് ചോദിക്കും, എന്താണ് പേര് വരാനുള്ള കാരണമെന്ന് ചോദിക്കും. അപ്പോഴെല്ലാം നമ്മൾ മറുപടി പറയാറുണ്ട്. ഇതേ അവസ്ഥയിലേക്ക് നമ്മുടെ മാതാവും പിതാവും വരും. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞത് അവർക്ക് ഓർമ്മയില്ല, ചോദിച്ചത് അവർക്ക് ഓർമ്മയില്ല. ഒരുപക്ഷെ അവർ ദേഷ്യപ്പെട്ടേക്കാം. അങ്ങനെയുള്ള മാതാപിതാക്കൾ നിങ്ങൾ അടുക്കലുണ്ടെങ്കിൽ ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ആ മാതാവിനോടോ പിതാവിനോടോ ചേയെന്ന് നീ പറഞ്ഞു പോകണ്ട, നീ ദേഷ്യപ്പെട്ടു പോകണ്ട, അവരുടെ മനസ്സ് നീ വേദനിപ്പിക്കണ്ട, അവരെ നീ സങ്കടപ്പെടുത്തണ്ട. നിന്റെ വർത്തമാനം കൊണ്ട് ആ മാതാവിന്റെ പിതാവിന്റെ കണ്ണുനീരിന് കാരണമാകണ്ട. ഫലാ തഖുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നിർത്തുന്നില്ല. വലാ തൻഹറുഹുമാ, രണ്ടുപേരോടും ഉച്ചത്തിൽ നീ സംസാരിക്കരുത്. അവരെന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ, ഇഷ്ടമില്ലാത്തത് പറഞ്ഞതിൻ്റെ പേരിൽ, ചോദിച്ചത് തന്നെ ആവർത്തിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ ഉച്ചത്തിൽ ഉമ്മയോടോ ബാപ്പയോടോ സംസാരിച്ചു പോകരുത് എന്ന് ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ രണ്ടാമതായി ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയാണോ നമ്മുടെ ഉപ്പയോട് പെരുമാറുന്നത്? അങ്ങനെയാണോ ഉമ്മയോട് പെരുമാറുന്നത്? നമ്മൾ നമ്മുടെ ഉമ്മയെ വിളിക്കുന്ന പേരെന്താണ്? ഉമ്മ എന്നതിന് പകരം വിളിക്കുന്ന പേരുകളില്ലേ? ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞാൽ ദേശത്തോടുകൂടെ ഒരു മൂലയിൽ ഇരുന്നാൽ മതി, ഇനി മിണ്ടിപ്പോകരുത് എന്ന് അങ്ങോട്ട് കൽപ്പിക്കുന്ന മക്കളില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ നിസ്കരിക്കുന്നവരായാലും നോമ്പെടുക്കുന്നവരായാലും സമൂഹത്തിലെ വലിയ വലിയ ആളുകളായാലും ശരി, നാളെ പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ദുനിയാവിലെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന വിഷയമാണ് മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന വിഷയമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വലിയ വിഷയമാണ്. അപ്പോ മനസ്സ് വേദനിക്കുന്ന തരത്തിൽ വളരെ താഴ്ന്ന വർത്താനാണ് ചെയ്യുന്നത്, അതുപോലും പറയാൻ പാടില്ല. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവരാഗ്രഹിക്കുന്ന ഒന്നുണ്ട്, സ്നേഹമാണ്, കരുതലാണ്, തണലാണ്. അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് ഖുർആൻ പറയുന്നുണ്ട്. ഇത്ര രസകരമായിട്ട് ആയത്ത് പറയുന്നറിയോ? ഇനി എന്താ പറയേണ്ടത്? ഇത് രണ്ടും പറയാൻ പാടില്ല, പിന്നെ എന്തു പറയണം? വകുല്ലഹുമാ, രണ്ടുപേരോടും പറയണേ, ഖൗലൻ കരീമ, ഏറ്റവും നല്ല വർത്തമാനമാണ് പറയേണ്ടത്. ഉമ്മാക്ക് ഇഷ്ടമുള്ള വർത്തമാനം പറയണം, ഉപ്പാക്ക് ഇഷ്ടമുള്ള വർത്തമാനം പറയണം. ഉമ്മ അറിയാതെ മൂത്രമൊഴിച്ചു പോയി, വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു പോയി, ഉമ്മാനോട് പറയണം, എൻ്റെ പൊന്നുമ്മ, വേദനിക്കേണ്ട പൊന്നുമ്മ, ഞങ്ങളുണ്ടല്ലോ പൊന്നുമ്മ. ആ രൂപത്തിൽ ഉമ്മയെ സമാധാനിപ്പിക്കുന്ന മക്കളായി മാറണം. നമ്മുടെ ഇണകളും അങ്ങനെ
അങ്ങനെയായി മാറണം. ഇണയുടെ വർത്തമാനം കേട്ട് സത്യം അറിയാതെ ഉമ്മാക്ക് നേരെ ശബ്ദം ഉയർത്തുന്ന മകനായി മാറരുതേ. അങ്ങനെയുള്ള ഒരു മകനെ ഉമ്മാക്ക് എതിരെ ഒരു മകനെ ആക്കി മാറ്റുന്ന ഒരു പെണ്ണായിട്ടും മാറാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ പിറന്ന മക്കളും ഇതുപോലെ നമുക്ക് ശത്രുക്കളായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ ഇരുന്ന് ചിന്തിച്ചോളിയാണ്, ഹയാത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ കടമ നമ്മൾ ചെയ്യുന്ന എന്താണ് അല്ലേ? മൂന്നാമത് പറഞ്ഞത് വഖുല്ലഹുമാ ഖൗലൻ കരീമ, നല്ലത് പറയണം. എന്താ ഉമ്മാക്ക് വേണ്ടത്? എന്താ ഉമ്മാക്ക് ഇഷ്ടമുള്ളത്? 100 രൂപ ചോദിച്ചാൽ 500 രൂപ കൊടുക്കണം ഉമ്മാക്ക്. ഉമ്മ പറയണം, ഒന്നും വേണ്ട മോനെ, കുറച്ചു നേരം ഇരിക്കടാ. ഉമ്മാന്റെ അടുത്ത് ഇരിക്കണം. ഉമ്മ പറയുന്നത് മുഴുവൻ കേൾക്കണം. ഒരുപക്ഷെ പറയുന്നത് പഴയ കഥകളായിരിക്കാം, ഉമ്മാന്റെ പഴയ ഓർമ്മകളായിരിക്കാം. ഒന്ന് ചെവി കൊടുത്തേക്കണം. ഉമ്മാട് പറയട്ടെ, ഉമ്മ പറഞ്ഞോട്ടെ. ഉമ്മാക്ക് മനസ്സിന് സമാധാനം അതാ കൊടുക്കാറുണ്ട്. ഉമ്മാക്ക് അങ്ങനെ സമയം പുറത്തു പോയിരിക്കാറുണ്ട് കൂട്ടുകാരുടെ കൂടെ, ക്ലബ്ബുകളിൽ പോയിരിക്കാറുണ്ട് കൂട്ടുകാരുടെ കൂടെ, സമയം കളയാറുണ്ട് കൂട്ടുകാരുടെ കൂടെ. അതേസമയം വഴിയിലേക്ക് കണ്ണും നോക്കിയിരിക്കുന്ന ഉമ്മാന്റെ അടുക്കലിരുന്ന് സമയം കളയാൻ, പ്രതിഫലം കിട്ടുന്ന രൂപത്തിലിരിക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ട്. പ്രിയമുള്ളവരെ, ആലോചിക്കണം. നഷ്ടപ്പെടുന്നത് സ്വർഗമാണ്. ദുനിയാവിൽ അള്ളാഹു ശിക്ഷിക്കുന്ന വിഷയമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാലാമതായിട്ട് അല്ല പറയാണ്, നിർത്തണില്ലേ? അത്ര വലിയ ബന്ധമാണ് മാതാപിതാക്കൾ. ഇതൊരു വലിയ വിഷയമാണ്. ഇന്നത്തെ ഖുത്ബ കൊണ്ട് തീരുന്നതല്ല. അല്ലാഹു പറയാണ്, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. ആ മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ നീ വിടർത്തി കൊടുക്കണം. ഒരു തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പരുന്ത റാഞ്ചാൻ വരുമ്പോ അതിന്റെ ചിറകുകൾ വിടർത്തിയ കുഞ്ഞുങ്ങൾ അതിന്റെ ഉള്ളിലേക്കാക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം എത്രയാണ്! അതിനേക്കാൾ അപ്പുറം ഒരാശ്വാസം തന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ മക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മക്കളായിട്ട് ജീവിക്കുന്നത് എന്തർത്ഥമാണുള്ളത് നമ്മൾ ആലോചിക്കണം. ഇതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അവസാനം പറഞ്ഞു, അതേ ആയത്തിൽ നിങ്ങൾ പോയിട്ട് നോക്കണം. വഖുൽ, മാത്രമല്ല നീ പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കരുണ ചെയ്തതുപോലെ എൻ്റെ പൊന്നുപ്പാക്ക് പൊന്നുമ്മാക്ക് നീ കരുണ ചെയ്യണേ റബ്ബേ എന്നൊരു ദിവസത്തിൽ 5 തവണയെങ്കിലും കൈകൾ ഉയർത്തി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയിലൂടെ ഓർക്കാറുണ്ടോ നമ്മുടെ ബാപ്പയെ, നമ്മുടെ ഉമ്മയെ? ഉണ്ടോ? സുബ്ഹി നിസ്കരിച്ച്, ളുഹ്ർ നിസ്കരിച്ച്, അസ്ർ നിസ്കരിച്ച്, മഗ്രിബ് നിസ്കരിച്ച്, ഇശാ നിസ്കരിച്ച്, ഒരു ദിവസത്തിന്റെ 5 വഖത്തിന്റെ സമയങ്ങളിൽ, പ്രാർത്ഥനാവേളകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ പൊന്നുപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി അല്ലാഹുവേ കരുണ ചോദിക്കുന്നു നാഥാ, കരുണ ചെയ്യണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ഇല്ലെങ്കിൽ നമ്മൾ പരാജിതരാണ്. അത് ബോധ്യപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ പറയാം. നമ്മൾ അറിയണം നമ്മുടെ ഉമ്മയെ. ആരാണ് നമ്മുടെ ഉമ്മ എന്ന് നമ്മൾ അറിയണം. ആരാണ് നമ്മുടെ ഉപ്പ എന്നറിയണം. നമ്മുടെ ഉമ്മയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ അവിടെ പറയുന്ന ഒരു ആയത്തുണ്ട്, വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഗ്നൻ അലാ വഗ്നിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുറു ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. ഈ പള്ളിയിലെ ഖുത്ബ കേൾക്കുന്ന ഓരോ ഉമ്മമാരും അവർക്കറിയാം ഒരു പ്രസവത്തിന്റെ വേദന എന്താണെന്ന്. പ്രിയമുള്ളവരെ, ഉമ്മ ഒരു പ്രസവത്തിന്റെ തുടക്കത്തിൽ അഥവാ അവർ പ്രഗ്നന്റായി കഴിഞ്ഞാൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ ഉമ്മ.
ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഓരോ ദിവസവും ആഴ്ചകളും മാസങ്ങളും കഴിയുന്തോറും പ്രയാസങ്ങളാണ്, വേദനകളാണ്. 40ഓളം അല്ലെങ്കിൽ 70ഓളം എല്ലുകൾ മുറിഞ്ഞു പോകുന്ന വേദനയോടെ ഒരു കുഞ്ഞിന് അവർ പിന്നെ ജീവിക്കാൻ അഥവാ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ആലോചിച്ചോക്കുങ്ങള്. ഈ വിഷയം പറയുമ്പോൾ അതിന്റെ വേദന അനുഭവിച്ചവർ ഇത് ഈ പള്ളിയിൽ ഈ ഖുത്ബ കേൾക്കുന്ന ഉമ്മമാരുണ്ടാകും. അങ്ങനെ പ്രസവിച്ചിട്ട് ഓർമ്മ വന്നാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ കുട്ടി എവിടെയെന്ന്, എൻ്റെ മോളെവിടെ, എൻ്റെ മോനെവിടെയെന്ന് ചോദിക്കും. ആ ചോര പൈതലിനെ അരികിൽ കൊണ്ട് കിടത്തിയാൽ 9 മാസവും 10 ദിവസവും ഇടങ്ങറാക്കിയവനാണ് നീ എന്ന് പറഞ്ഞൊരു നുള്ളല്ല കൊടുക്കുന്നത്. മറിച്ച് നെഞ്ചോട് ചേർത്തിട്ട് സ്നേഹത്തിൻ്റെ മുത്തങ്ങൾ, ആ ചുണ്ടുകൾ ചോരപ്പൈതലിൻ്റെ നെറ്റിത്തടത്തിലും കവിൾത്തടത്തിലും പതിയുകയാണ്. സ്നേഹത്തിൻ്റെ തുടക്കം അവിടുന്നാണ്. അതൊരു വല്ലാത്ത സുഖാണ്. ഉമ്മാന്റെ അതരങ്ങൾ നമ്മുടെ കവിൾത്തടങ്ങളിൽ പതിഞ്ഞാൽ അതിനോളം സുഖം കിട്ടുന്ന ഒരു മുത്തം ദുനിയാവിലില്ല പ്രിയമുള്ളവരെ. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതിർന്ന സന്ദർഭത്തിലും മുത്തം കൊടുത്തിരുന്നു. മനസ്സിലായില്ലേ? അതൊരു വല്ലാത്ത ബന്ധാണ്. അത്ര വേദനകൾ അനുഭവിച്ച ഉമ്മ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന വിഷയം പറയാൻ, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, വേദനക്ക് മേൽ വേദന അനുഭവിച്ച് ഉമ്മ പ്രസവിച്ചു. വഫിസാലുഹു ഫി ആമൈൻ, 2 വർഷക്കാലം അല്ലേ? ആ 2 വർഷക്കാലം ഉമ്മയുടെ പാലാണ്. അതാണ് നമ്മുടെ ആരോഗ്യം. മനസ്സിലായില്ലേ? എല്ലാ ഡോക്ടർമാരും പറയും 6 മാസം പൂർണ്ണമായും ഉമ്മയുടെ പാല് കൊടുക്കണമെന്ന്. ആ ഉമ്മയുടെ പാല ഇന്ന് നമ്മുടെ ഈ കാണുന്ന തടി, ഇന്ന് നമ്മുടെ കാണുന്ന ഈ ആരോഗ്യം, നമ്മുടെ എല്ലുകളുടെ ഫലം, നമ്മുടെ ബുദ്ധിയുടെ ശക്തി, കണ്ണിന്റെ കാഴ്ചയുടെ പവർ, സംസാരശേഷി, എല്ലാറ്റിൻ്റെയും അതിൻ്റെ എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ ഭക്ഷണം ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ അമ്മിഞ്ഞ പാലാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഉമ്മയെ കണ്ണീരണിയിക്കാൻ, ആ ഉമ്മയെ കണ്ണീര് വീഴ്ത്തുന്നതൊന്നും വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വലാ തഖുൽ ലഹുമാ, അല്ലേ? ചെയ്യുന്ന വർത്തമാനം പറയരുത്, അവരോട് നിങ്ങൾ മോശപ്പെട്ടത് പറയരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നല്ലതല്ലാതൊന്നും പറയരുത്. ഇതിങ്ങനെ ചിന്തിച്ചാൽ ആ ഉമ്മാന്റെ അടുത്ത് എന്ത് പറയാനാ? എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, റിളർ റബ്ബി ഫീ റിളൽ വാലിദ് വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദ്. അള്ളാന്റെ തൃപ്തി എന്നത് പറയുന്നത് മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ കോപവും മാതാവിന്റെയും പിതാവിന്റെയും കോപത്തിലാണ്. അപ്പൊ ഒരു ഉമ്മയും ബാപ്പയും ഒരു മകനെ സംബന്ധിച്ച് കോപിക്കപ്പെട്ടാൽ, ദേഷ്യപ്പെട്ടാൽ ഖിയാമത്ത് നാളോളം അവന്റെ ജീവിതം പരാജയമാണ്. അതല്ല ഒരു പിതാവിനെ സംബന്ധിച്ച്, ഒരു മകനെ സംബന്ധിച്ച്, മകളെ സംബന്ധിച്ച് മാതാവും പിതാവും ഒരുപോലെ തൃപ്തിപ്പെട്ടവരാണെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ അത് കാരണമാകും. ആ ബാപ്പയും ഉമ്മയും നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന സ്വർഗവും നരകവും വീട്ടിലുണ്ട്. അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ നമുക്ക് കിട്ടണം. മാതാപിതാക്കൾ നമ്മുടെ കൂടെ താമസിക്കുമ്പോൾ നമുക്കൊരു ഭാരമായി മാറരുത്. നമ്മുടെ പെണ്ണ് വന്ന് പറയരുത്, എനിക്ക് വയ്യ, എനിക്ക് സഹിച്ചു, വേറെ ഈ മക്കളില്ലവിടെ, വേറെ ജ്യേഷ്ഠനില്ലേ, അനിയനില്ലേ, 1 മാസം അവിടെ നിർത്ത്, അടുത്ത മാസം അവിടെ നിർത്ത്, എന്നിട്ട് മതി എന്ന് പറയുമ്പോ ആ വാക്കിന് വില കൊടുക്കരുത്. നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കണം, പെണ്ണേ, നമ്മുടെ സ്വർഗമാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. ഞാനുണ്ട് നിന്റെ കൂടെ, നീയും എൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ സ്വർഗവും നരകവും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തരുത്, നരകം നമുക്ക് ഹലാലാക്കരുത്. അതുകൊണ്ട് എൻ്റെ ഉപ്പയും ഉമ്മയും നിന്റെ ഉപ്പയെ ഉമ്മയെ പോലെ
ഞാൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. അത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അനിവാര്യമാണ്. ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഭർത്താവ് സ്നേഹിക്കുന്നതിന് സ്നേഹിക്കണം എന്ന്. അതിലേറ്റവും മർമ്മം ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ്. ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയണം. നേരായ ഇഷ്ടാനിഷ്ടങ്ങളെ, തെറ്റായ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിൽക്കൽ തെറ്റാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, മാതാപിതാക്കൾ ഒരു നിലക്കും ഒന്നിനും ഒരു തടസ്സമാകരുത്. അള്ളാന്റെ റസൂല് പറയാൻ, ദുനിയാവിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന വിഷയം അത് മാതാപിതാക്കളുടെ വിഷയമാണ്. അല്ലെ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എവിടെ നോക്കിയാലും പ്രയാസാണ്, എങ്ങോട്ട് നോക്കിയാലും പ്രയാസാണ്. എന്താ അതിന് കാരണം? ഒരു പക്ഷെ അതിന് കാരണം ഒന്ന് മറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ മാതാപിതാക്കളുടെ നിലപാട് എന്താന്ന്. അത് മോശമാണെങ്കിൽ ഒരുപക്ഷെ പ്രയാസങ്ങൾക്ക് ഇതായിരിക്കും കാരണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശരിക്കും ചിന്തിച്ചോളി. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നോക്കാത്ത വിഭാഗം ആളുകൾ, അള്ളാഹ് പരിഗണിക്കാത്ത ആളുകൾ ആരെന്നറിയോ? അത് മാതാപിതാക്കൾ അവഗണിച്ചവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇമാം ഖുർത്തുബി പറയാൻ, നീ എത്ര തന്നെ വളർന്നാലും മാതാപിതാക്കളുടെ മുന്നിൽ നീ ഒരു ശിശുവാണ്, കുട്ടിയാണ്. നീ വലിയ ഭരണാധികാരിയായിരിക്കാം, നീ വലിയ നേതാവായിരിക്കാം, നീ വലിയ അനുയായിയായിരിക്കാം, നീ വലിയ പണ്ഡിതനും ആലിമുമായിരിക്കാം. പക്ഷെ നിന്റെ മാതാപിതാക്കൾ അടുക്കലേക്ക് വന്നാൽ അവർക്ക് മുന്നിൽ നീ ഒരു കുഞ്ഞാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ കാരുണ്യത്തിന്റെ ചിറകുകൾ, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം, തണൽ, കരുതൽ അവർക്ക് നീ കൊടുക്കണം. അവർ ആഗ്രഹിക്കുന്നു. ഞാൻ വയ്യാതെ കിടക്കുന്ന ഉമ്മാന്റെ ഉപ്പാന്റെ അടുക്കൽ ചെന്ന് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ കൈകൾ കൊണ്ടുള്ള തലോടലാണ്. അടുത്തിരുന്ന് സ്നേഹത്തോടുകൂടെ വർത്തമാനം പറയലാണ്. അവരുടെ വേദനകൾക്കുള്ള ശമനവും അവരുടെ മനസ്സിന്റെ ആശ്വാസവും സ്നേഹവും. ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോൾ എൻ്റെ അടുത്തുണ്ടല്ലോ എന്ന ചിന്ത വന്നാൽ രോഗത്തിന്റെ പകുതിയും മാറും. യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ചികിത്സ നിങ്ങൾ കൊടുത്തു നോക്ക് മാതാപിതാക്കൾക്ക്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ബാപ്പയെ മറന്നുകൊണ്ട് ഉമ്മാക്ക് മാത്രം പറയാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരാന്ന് വെച്ചപ്പോ ഉമ്മുക്ക 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 അബൂക്ക്, രണ്ടാളെയും ചേർത്തിട്ടാ പറഞ്ഞത്. എന്റെ ഉമ്മാൻ അങ്ങനെ പറയാൻ കാരണം അത്രമേൽ സഹിക്കുന്നുണ്ട് ഉമ്മ. വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് തീരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ തുടർന്നു കൊണ്ടിരിക്കല്ലേ. ആ ഉമ്മാക്ക് നേരെ നിന്നുകൊണ്ട് തള്ളേന്ന് വിളിച്ച എന്തോരം സങ്കടം ഉണ്ടാവും അല്ലേ? ഈ ഉമ്മാന്റെ സ്നേഹം അറിയാതെ ഇന്നലെ കണ്ട സ്നേഹത്തിന്റെ പിന്നാലെ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അറിയാതെ പോകുന്ന ഒന്നുണ്ട്. ദുനിയാവും ആഖിറവും എല്ലാം നഷ്ടപ്പെടുത്തി അവരുടെ കോപത്തിന് വിധേയമായിട്ടാണ് പോകുന്നത്. എങ്ങനെ ഈ സ്നേഹം വേണ്ടെന്ന് വെക്കും? നമ്മൾ അറിയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അവരുടെ സ്നേഹത്തെ മനസ്സിലാക്കി ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു മനുഷ്യൻ വരാൻ അയാളുടെ തോളിലൊരു വയോവൃദ്ധയായ ഉമ്മയുണ്ട്. അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ, ശരിക്കും ചിന്തിക്കണം നിങ്ങൾ. ഇന്നത്തെ സൗകര്യമൊന്നുമില്ല. അന്ന് അള്ളാഹിന്റെ റസൂല്, ഞാൻ എൻ്റെ ഉമ്മയുമായി ഹജ്ജ് ചെയ്തിട്ട് വരാൻ. മിനായിൽ നിന്നും അറഫയിലേക്ക് നടന്നു, അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് നടന്നു, മുസ്ദലിഫയിൽ നിന്നും ജംറയിലേക്കും മിനായിലേക്കും നടന്നു. എന്നിട്ട് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും, ഇഫാദയുടെ തവാഫും സഅയും എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുന്നു നബിയേ, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് തീർന്നു നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഉമ്മാന്റെ ചങ്കിൽ നിന്ന് വന്ന ഒരു ശബ്ദമുണ്ട് സഹോദര, ആ ശബ്ദത്തോളം മതിയാവുകയില്ല നിന്റെ ഈ അധ്വാനം എന്നാണ്. മനസ്സിലായില്ലേ? എത്ര അധ്വാനിച്ചു? തോളിലേറ്റി ഹജ്ജ് ചെയ്തു. അങ്ങനെ ചെയ്ത മനുഷ്യനോട് പറഞ്ഞത്, പ്രസവ സമയത്തൊരു ഉമ്മാന്റെ തൊണ്ടയിൽ നിന്ന് വന്ന ശബ്ദത്തോളം വരില്ല നിന്റെ ഈ അധ്വാനം എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മാനെ മറക്കാൻ പറ്റും നമുക്ക്? ഒഴിവാക്കാൻ പറ്റും നമുക്ക്? ഇല്ല. ചേർത്ത് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്ക് നിങ്ങൾ, ഒരു ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉമ്മാന്റെ മനസ്സ് മാറുകയാണ്. പിന്നെ മുഴുവൻ സ്നേഹമാണ്. ഉടുപ്പുകൾ സംഘടിപ്പിക്കുന്നു, എല്ലാം ഏറ്റവും നല്ലത് വേണമെന്ന് പറയുന്നു.
അത് സംഘടിപ്പിക്കുന്നു. എന്തൊരു ഉത്സാഹമാണ് ഉമ്മാക്ക്. ആ കുട്ടിയുടെ ഓരോ ഘട്ടവും, വളർച്ചയുടെ ഓരോ ഘട്ടവും ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷത്തിന്റെ അങ്ങേയറ്റമാണ്. ആദ്യമായി ഉമ്മ ഉപ്പ എന്ന് വിളിക്കുമ്പോ എന്താ നമ്മുടെ സന്തോഷം അല്ലേ? ഓരോ വാക്കുകൾ പെറുക്കി പെറുക്കി പറയുമ്പോ എന്താ നമ്മുടെ സന്തോഷം. നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നാൽ നമ്മുടെ കുട്ടിയെ കുറിച്ച് അഹങ്കാരത്തോടുകൂടെ പറയും, എൻ്റെ കുട്ടി സംസാരിക്കാൻ തുടങ്ങി അല്ലേ. എൻ്റെ വീട്ടില് എൻ്റെ അനിയൻ്റെ കുട്ടിയുണ്ട്, 1 വയസ്സ് തികഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, അവന് സലാം കൊടുത്താൽ കൈ തരും, കൈ തന്നിട്ട് അവൻ്റെ കൈ മുത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കയ്യിലൊരു മുത്തം തരും. എന്തൊരു സുഖാണ്, എന്തൊരു സന്തോഷാണ്. ചെറിയ പൈതലാണ്, നടക്കാൻ തുടങ്ങിയിട്ടില്ല. അവനാണ് എന്ത് ചെയ്യുന്നത്? സലാം കൊടുത്ത കയ്യുമ്മ മുത്തം നൽകുന്ന ആ ഇളം ചുണ്ടുകൾ നമ്മുടെ കരങ്ങളിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു സുഖണ്ട്. മനസ്സിലായില്ലേ? യാതൊരു സംശയമില്ല. അതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെ വല്ലാത്ത ഒരു സുഖാണ്. നമ്മൾ ആഗ്രഹിക്കണില്ലേ? അത് മാതാപിതാക്കളും വയസ്സാകുമ്പോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ തള്ളരുത്. വൃദ്ധസദനങ്ങളിൽ ആരാരുമില്ലാത്തവരിലേക്ക് തള്ളരുത്. ഞാനൊരു വൃദ്ധസദനത്തിലേക്ക് ചില ആളുകളെ കാണാൻ വേണ്ടി, അവിടുത്തെ അന്തേവാസികളെ കാണാൻ വേണ്ടി പോയപ്പോ അവരോട് സംസാരിച്ചപ്പോ അവരുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര്, പ്രിയമുള്ളവരെ, തടയാൻ കഴിയില്ല നമുക്ക്. മക്കളുണ്ടവർക്ക്, സമ്പന്നരായ മക്കളുണ്ടവർക്ക്, അവരെ നോക്കാൻ കഴിയാതെ മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് യഥാസമയം കാശയച്ചു കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അത്തരം സ്ഥലങ്ങളിലേക്ക് കൊണ്ടാക്കുകയാണ്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിന് വൃദ്ധസദനങ്ങളുടെ ആവശ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാണെങ്കിൽ, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നരകത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ, പ്രിയമുള്ളവർ, നമ്മുടെ സ്വർഗം നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ അരികിലുണ്ട്, നമ്മുടെ ചാരത്തുണ്ട്. അവർ നമ്മൾ നെഞ്ചോട് ചേർത്ത് അവിടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്ത് അവരോട് ചേർന്ന് നിന്നാൽ, പ്രിയമുള്ളവരെ, നമ്മൾ പരലോകത്ത് രക്ഷപ്പെടുന്നവരായി തീരും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ഈ ഖുത്ബ കേട്ട് ഇൻഷാ അല്ലാഹ് ഒരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങള് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കുട്ടികൾ, നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം വല്യപ്പാനെ കുറിച്ചും വല്യമ്മാനെ കുറിച്ചും അവരുടെ അധ്വാനത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ മക്കൾക്ക്. അതുകൊണ്ട് എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ ഉപ്പാൻ്റെ അധ്വാനത്തെക്കുറിച്ച് എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. രാവും പകലും ഒരുപോലെ പണിയെടുക്കുകയാണ് വീട്ടുമുറ്റത്ത്. അങ്ങനെ പണിയെടുത്ത് 8 മക്കളെ പോറ്റി. എല്ലാ മക്കളെയും സ്വന്തം കാലിൽ നിർത്താൻ മാത്രം പര്യാപ്തരാക്കി. അത്രത്തോളം അധ്വാനിച്ച് ഒരു കടവും ബാധ്യതയുമില്ലാതെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന സമയത്ത് ആ രൂപത്തിൽ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, മരണപ്പെടാൻ, ഈ ലോകത്തോട് വിട പറയാൻ എൻ്റെ പിതാവിന് സാധിച്ചു. ആ വേദനകളും കഷ്ടപ്പാടുകളും എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഇന്ന് എൻ്റെ ഉമ്മയോട് എൻ്റെ സ്നേഹത്തെ പോലെ അവർക്കും സ്നേഹമുണ്ട്. ഞാനിടയ്ക്ക് ചോദിക്കും, നിങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് പോയോ, വല്യമ്മാൻ്റെ അടുത്ത് പോയോ, വിശേഷങ്ങൾ ചോദിച്ചോ എന്ന് ചോദിച്ച് അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. ഇതിനാന്നറിയോ? അതവരറിയാൻ നാളെ നമുക്കത് കിട്ടാൻ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയോ? സമ്പത്തല്ല, കച്ചവടത്തിൻ്റെ അല്ല. 21, 22 പ്രായമുള്ള ആണാകട്ടെ പെൺകുട്ടിയാകട്ടെ, ഒരു നാൾ, ഒരു പകൽ, ഒരു രാത്രിയിൽ നമ്മെ വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും അപമാനവും അതാണ്. വിഷയമൊന്നുമില്ല. അതുകൊണ്ടാണ് മക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അള്ളാഹുവിന്റെ സമ്മാനമാണ്. ആ സമ്മാനത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയാൽ അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപകാരപ്പെടും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, ഒരു പോലീസ് സ്റ്റേഷനിൽ സങ്കടം സഹിക്കാൻ വയ്യാതെയായി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും പിടിച്ചുകൊണ്ടുവന്ന മുസ്ലിമാണ്. 2 പെൺകുട്ടികളാണുള്ളത്. പിതാവ് കുറേ കാലം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന ഒരാഴ്ചക്കുള്ളിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടായത്. കൊണ്ടുവന്ന പിതാവിന്റെ മുന്നിൽ വെച്ച് പോലീസുകാരൻ ഉപദേശം നടത്തി. ആ പിതാവ് ഇങ്ങനെ മനസ്സുകൊണ്ട് കൊതിക്കുകയാണ്, എൻ്റെ കുട്ടി എൻ്റെ കൂടെ പോരും. മനസ്സു മുഴുവൻ അങ്ങേയറ്റത്തെ തേങ്ങലാണ്. കരയാതെ കരയുന്ന 2 കണ്ണിന്റെ ഉടമകൾ അത് പിതാക്കളാണ്. ഉമ്മ കരയും, സ്ത്രീകൾ കരയും,
പാപ്പാര് കരയില്ല. എല്ലാം ഉള്ളിലൊതുക്കി ആരും അറിയാതെ പൊട്ടിക്കഴിഞ്ഞാൽ ആരും അറിയാതെ കരയുന്നവരുണ്ടെങ്കിൽ അത് പിതാക്കളാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. അങ്ങനെ തന്നെയാണ്. വേദനകൾ ആരും അറിയിക്കൂല. ആ ബാപ്പാന്റെ മനസ്സ് ഉങ്ങാൻ, സങ്കടപ്പെടാൻ, എന്റെ കുട്ടി എനിക്ക് കിട്ടാതെ വരും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോലീസുകാരൻ ചോദിച്ചു, മോളെ നിന്റെ ഉപ്പയാണ് 21 വർഷക്കാലം നിനക്ക് പണിയെടുത്ത് ഭക്ഷണം തന്ന് നിന്നെ വളർത്തി, നിനക്ക് വസ്ത്രവും പാർപ്പിടവും ഈ കാലയളവ് വരെ നിന്നെ പഠിപ്പിച്ച സ്നേഹം തന്ന നിന്റെ ബാപ്പയാൻ, കൂടെ പൊയ്ക്കൂടെ? ചോദ്യം തീരുന്നതിന് മുമ്പ് ആ പെൺകുട്ടി പറഞ്ഞത്, ഇല്ല, ഞാൻ എൻ്റെ കൂടെയുള്ള ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ പോകുന്നു. നിങ്ങളെ വാപ്പാന്റെ കഥ ആലോചിച്ചൊക്കെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സങ്കടത്തോടുകൂടെ, ഒരു വല്ലാത്ത ഏകാന്തതയുടെ വികാരത്തോടുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടിലൊന്ന് ബോധമില്ലാതെ കിടക്കുന്നു. ഈ വിവരം പറഞ്ഞ് ബോധമില്ലാതെ മാസങ്ങളോളം കിടന്നു ആ പെണ്ണിനെ പ്രസവിച്ച ഉമ്മ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും മക്കളെ അതേ രൂപത്തിൽ വളർത്തുകയും നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ആ രൂപത്തിൽ പെരുമാറുകയും ചെയ്യുക. അല്ലാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ മരണവും നമ്മുടെ അവസാനവും ഒന്നും നമുക്കറിയില്ല. വളരെ പെട്ടെന്നായിരിക്കും ചില മരണങ്ങൾ നമ്മളെ കാതുകളിലെത്തുന്നത്. അതുപോലെ ഒരു നാൾ ശക്തമായ ഇരുട്ടുള്ള ഒരു കുഴിയിലേക്ക് നമ്മളെ കൊണ്ടുവെക്കും. നമ്മുടെ ആത്മാവ് പോയാൽ വില കുറഞ്ഞ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവച്ച് പോകുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നിസ്കാരത്തിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിലുണ്ട്. അതുകൊണ്ട് ആ ഓർമ്മയുണ്ടെങ്കിൽ ദീന് പറയുന്ന വിഷയങ്ങളിലൊക്കെ നമ്മൾ കടന്നു വരും. അല്ലാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വെള്ളിയാഴ്ച. അൽഹംദുലില്ലാഹ് പള്ളി നിറയെ ആളാണ്. പക്ഷെ കുറച്ചുകൂടെയൊക്കെ നേരത്തെ വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. കച്ചവടം ഉണ്ടാകും, ദൂരെയാകും. അതിന് വെള്ളിയാഴ്ച നേരത്തെ ഒന്ന് ഒരുങ്ങുക അല്ലേ? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. ആ വിളിയാളുണ്ട് വന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ അല്ലെ ജുമുഅക്ക് പോകണമെന്നുള്ള ബോധം നമുക്കുണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേഗതയോടുകൂടെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരണമെന്നാണ്. നമുക്ക് ചില വിഷയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മതിയാകും നമ്മളൊന്ന് നന്നായി തീരാൻ. അപ്പം അത് അവസരമാണ് പള്ളിയിലേക്ക് ജുമുഅക്ക് വരിക എന്നുള്ളത്. അപ്പം ആ ഖുതുബയുടെ തുടക്കം മുതലൊക്കെ കേൾക്കാനും എന്നിട്ട് ശേഷമുള്ള നമസ്കാരത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥനയോടുകൂടെ പോകാനൊക്കെ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ ഒന്ന് മത്സരം കാണിക്കുക. കഴിയുന്നത്ര വേഗതയിൽ പള്ളിയിൽ വന്ന് ദിക്റും ഖുർആനോത്തും പ്രാർത്ഥനയൊക്കെ ഇരുന്ന് ആ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ആ ഒരു നേരത്തിന് വേണ്ടി 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങോട്ട് ഒഴിവാക്കിക്കൊള്ളി. അത് നാളത്തെ പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ്. നഷ്ടാവൂല, ലാഭമാണ്. നേരം വൈകി വന്ന നഷ്ടവുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരുടെ തൃപ്തിയിലൂടെ അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കി
സ്വർഗാവകാശികളാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു ആദർശ സഹോദരൻ്റെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മാക്ക് ക്യാൻസറാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നേരിട്ടിട്ടുള്ള ആ ഒരു അസുഖത്തെ ശിഫ നൽകി ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.